ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ചുവടെ നൽകിയിരിക്കുന്നവയിൽ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ മേഖല ഏത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, മാനവ വിഭവശേഷി വികസനം, സുസ്ഥിര വികസനം. ഏതാണ് 11? ശ്രദ്ധിക്കുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എത്രയെന്നറിയാലോ നിങ്ങൾക്ക്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. മാനവ വിഭവശേഷി വികസനം എത്രാമത്തെയാണ്? 9ാമത്തെയാണ്. സുസ്ഥിര വികസനം എത്രയാണ്? 12ാമത്തെയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം 11ആണ്. ഒന്നുകൂടെ പറയാ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഗരീബി ഹട്ടാവോ 5, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം 11, മാനവ വിഭവശേഷി വികസനം 9, സുസ്ഥിര വികസനം 12. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 1950 രൂപീകൃതമായ ആസൂത്രണ കമ്മീഷൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് തുല്യത, സുസ്ഥിര വികസനം, വളർച്ച, സ്വാശ്രയത്വം. ഏതാണ്? സുസ്ഥിര വികസനം ഇതിന്റെ ലക്ഷ്യത്തിൽ പെടുന്നതല്ല. അപ്പൊ ഇങ്ങനെ ലക്ഷ്യത്തിൽ പെടുന്നത് ഏതെന്ന് ചോദിക്കും ആസൂത്രണ കമ്മീഷന്റെ. തുല്യത, ഇക്വാലിറ്റി, ഓക്കെ, വളർച്ച, ഡെവലപ്മെന്റ്, സ്വാശ്രയത്വം. ഓക്കെ, അപ്പൊ തുല്യത, വളർച്ച, സ്വാശ്രയത്വം. ഒന്നുകൂടെ പറയാ, തുല്യത, വളർച്ച, സ്വാശ്രയത്വം. ഓക്കെ, അടുത്ത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓക്കെ, അപ്പോൾ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ മാത്രം നമുക്ക് നോക്കിപ്പോവാം. കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപാദനം. ശരിയാണ്, കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപാദനം. അടുത്തത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ശരിയാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ശരിയാണ്. അവസാനത്തത് തെറ്റാണ്. ശ്രദ്ധിക്കുക, അപ്പൊ നീതി ആയോഗിൽ ഇല്ലാത്തത് ഇതാണ്. അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുന്നതിന് പഞ്ചായത്തുകളെ പ്രാപ്തരാക്കുക. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണെന്നാ ചോദിച്ചത്, അതാണ് അതിൻ്റെ ഉത്തരം. അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുന്നതിന് പഞ്ചായത്തുകളെ പ്രാപ്തരാക്കുക. അത് അതിൻ്റെ ലക്ഷ്യമല്ല. അപ്പൊ അതിൻ്റെ ലക്ഷ്യം ഏതാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യം ഏതാണ്? ഒന്നുകൂടെ പറയാ, കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപാദനം, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അടുത്ത നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അനൗദ്യോഗിക അംഗങ്ങൾ ആരെല്ലാം? നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അനൗദ്യോഗിക അൺഒഫീഷ്യൽ അംഗങ്ങൾ ആരെല്ലാം? പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. ഓക്കെ, അടുത്ത ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം ആര്? അതിന്റെ അധ്യക്ഷനാര്? നീതി ആയോഗ് 2015 ജാനുവരി 1. അതിന്റെ അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രി. ഓക്കെ, അടുത്ത് ത്രിതല പഞ്ചായത്തിലെ വിവിധ തലങ്ങളുടെ പേരെഴുതുക. അത് വളരെ സിമ്പിൾ അല്ല, നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അടുത്ത 73-74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണ സംവിധാനങ്ങൾ ഏത്? അറിയാലോ. 73 പഞ്ചായത്തി രാജ്, 74 നഗരപാലിക മുനിസിപ്പാലിറ്റി അല്ലേ? ഓക്കെ, 73 പഞ്ചായത്തി രാജ്, 74 നഗരപാലിക. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് 9A പാർട്ട് ആഡ് ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി? 74ാം ഭരണഘടനാ ഭേദഗതി 1992. 74ാം ഭരണഘടനാ ഭേദഗതി 1992. PV നരസിംഹറാവു. 9A 9 പഞ്ചായത്തി രാജ്, 9A മുനിസിപ്പാലിറ്റി, 9B കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് പിന്നീട് പറയാം. ഓക്കെ, അടുത്ത പഞ്ചവത്സര പദ്ധതികളിലൂടെ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ എന്തെല്ലാം പരിപാടികളാണ് ഹരിത വിപ്ലവത്തിലേക്ക് നയിച്ചത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ എന്നിവയുടെ പ്രയോഗം, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം. ഒന്നുകൂടെ പറയാ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ,
രാസവളം, കീടനാശിനികൾ എന്നിവയുടെ പ്രയോഗം, കുറഞ്ഞ പലിശയ്ക്ക് സാമ്പത്തിക സഹായം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഏത് രാജ്യത്തിന്റെ ആസൂത്രണ മാതൃകയിലാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? 1ാമത്തെ ചോദ്യം. 2ാമത്തെ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്തായിരുന്നു? അടുത്ത 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ ഏത്? ഓക്കെ, അപ്പോൾ 1ാമത്തത് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിന്റെ ആശയമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഇയർ പ്ലാൻ എടുത്തത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. 2ാമത്തെ ചോദ്യം നോക്കുക. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക. ഒന്നുകൂടെ പറയാം, ഒരു പ്രത്യേക മേഖലയ്ക്ക് ഊന്നൽ നൽകി 5 വർഷം കൊണ്ട് എന്ത് നേടുക? ലക്ഷ്യം നേടുക. ഇനി 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖല, ഹരോൾഡ് ഡോമർ മോഡല്. 2ാമത്തത് മഹലനോബിസ് മോഡൽ, ഏതാണ്? വ്യാവസായിക മേഖല. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിന് പഞ്ചായത്തുകളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഓരോന്നിന്റെയും പ്രവർത്തനം വിശദമാക്കുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു, ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച് പദ്ധതികൾ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുന്നു. ഓക്കെ, ഇങ്ങനെയാണ്, അതായത് സ്റ്റെപ്പ് ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അടുത്ത കേന്ദ്രീകൃത ആസൂത്രണവും വികേന്ദ്രീകൃത ആസൂത്രണവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്ത്? കേന്ദ്രീകൃത ആസൂത്രണം ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്ന രീതിയാണ് കേന്ദ്രീകൃത ആസൂത്രണം. അതായത് ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യും, അതായത് സെൻട്രൽ ഗവൺമെൻറ് തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ട് താഴെ ലെവലിലേക്ക് കൊണ്ടുവരിക. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരിക, ഡിവൈഡ് ചെയ്ത് വരിക. ഇതിനെ പറയുന്ന പേരാണ് കേന്ദ്രീകൃത, സെൻട്രലൈസ്ഡ്. ഓക്കെ, അധികാരങ്ങളും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുന്നതാണ് ത്രിതല പഞ്ചായത്തുകൾക്ക് അവസരം നൽകുന്നതാണ് വികേന്ദ്രീകരണ ആസൂത്രണം. വികേന്ദ്രീകരണ ആസൂത്രണം എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കുക. ഓക്കെ, അതാണ് വികേന്ദ്രീകൃത ആസൂത്രണം. അടുത്ത സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 2012 to 2017. ഒന്നുകൂടെ പറയാം, സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 to 2017. അടുത്ത 7ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആധുനികവൽക്കരണം, അതേപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണം, അതേപോലെ തന്നെ എന്താണ്? തൊഴിലവസരങ്ങളുടെ വർധനവ്. ഓക്കെ, അടുത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. വളരെ എളുപ്പമല്ല, 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അടുത്തത് ധവള വിപ്ലവം, നീല വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പോൾ ധവള വിപ്ലവം പറഞ്ഞാൽ എന്താണ്? പാലുൽപ്പന്നങ്ങൾ എന്നിവയിലുണ്ടായ വർധനവ്. നീല വിപ്ലവം എന്ന് പറയുമ്പോഴോ മത്സ്യോൽപാദന മേഖലയിലുണ്ടായ ഗണ്യമായ പുരോഗതി. ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉണ്ടായ വർധനവ്. നീല വിപ്ലവം എന്ന് പറയുമ്പോൾ മത്സ്യോൽപാദന മേഖലയിലുണ്ടായ ഗണ്യമായ പുരോഗതി. ഓക്കെ, അടുത്ത ഹരിത വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഹരിത വിപ്ലവത്തിന്റെ ഫലം എന്ത്? ആൻസർ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് എന്ത്? ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഓക്കെ, അടുത്ത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളെന്ന് അവകാശപ്പെട്ടത് ആര്?
അണക്കെട്ടുകൾ ഇന്ത്യൻ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത, ഏത് വർഷമാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്? ഏത് രാജ്യത്തിന്റെ മാതൃകയാണ് സ്വീകരിച്ചത്? 1950 അത് സ്റ്റാർട്ട് ചെയ്തത് ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ. ഏത് രാജ്യത്തിന്റെ മാതൃകയാണ്? സോവിയറ്റ് യൂണിയൻ. അടുത്ത, ആധുനികവൽക്കരണം രാഷ്ട്ര പുരോഗതിക്ക് സഹായകരമാകുന്നത് എങ്ങനെ? ആധുനികവൽക്കരണം എന്താണ്? ആധുനികവൽക്കരണത്തിൽ സംഭവിക്കുക? സമയലാഭം, സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നു. ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാ, സമയലാഭവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നു. അടുത്ത, ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ വേഗം ജനങ്ങളിലെത്തുന്നു. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആധുനികവൽക്കരണത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ ആധുനികവൽക്കരണ രാഷ്ട്ര പുരോഗതിക്ക് എങ്ങനെ സഹായകരമാകുന്നു എന്ന് ചോദിക്കും. അല്ലെ നേരെ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടാ ചോദ്യം ചോദിക്കുക, ശരി ഏത് തെറ്റേത് എന്നൊക്കെ. ഇതൊക്കെയാണ് സംഭവിക്കുക. അടുത്ത, ആധുനികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റം കൂടിയാണ്. എങ്ങനെയാണ്? അവകാശ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ, ഇതെല്ലാം അതിന്റെ പ്രത്യേകതയാണ്. അടുത്ത, ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ കമ്മീഷന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ലക്ഷ്യങ്ങൾ ഏത്? നോക്കുക. സാങ്കേതിക വിദ്യയുടെ വികാസം ഉൽപാദന വർധനവിനും മനുഷ്യപ്രയത്നത്തിന്റെ ലഘൂകരണത്തിനും കാരണമാകുന്നു. സാങ്കേതിക വിദ്യ കൂടുമ്പോൾ, ടെക്നോളജി കൂടുമ്പോൾ ഹ്യൂമൻ പവർ ഉപയോഗിക്കേണ്ടത് കുറയുന്നു, ഉൽപാദനം, പ്രൊഡക്ഷൻ കൂടുന്നു. എന്താണിത്? ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ. ഓക്കെ, അടുത്ത, കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത എന്താണ്? സ്വാശ്രയത്വം വർദ്ധിക്കുന്നു. ഇത് രണ്ടുമാണ്. അതായത് ഇതിന്റെ ഡെഫിനിഷനാണ്. ആധുനികവൽക്കരണം എന്നുള്ളതിന്റെ ഡെഫിനിഷനാണിത്. അതേപോലെ തന്നെ സ്വാശ്രയത്വത്തിന്റെ ഡെഫിനിഷനാണിത്. ഓക്കെ, അടുത്ത, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ചില ലക്ഷ്യങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, അവ വിശദമാക്കുക. തുല്യത, വളർച്ച. എന്താണ് തുല്യത? ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറ്റുകയും സമ്പത്തിന്റെ നീതിപൂർണമായ വിതരണം സാധ്യമാകുകയും ചെയ്യുകയാണ് തുല്യത. വളർച്ച, രാജ്യത്തിന്റെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത്. ഓക്കെ, അടുത്ത, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ കാണിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക. ഒന്നിവിടെ ആധുനികവൽക്കരണം മറ്റും കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് എഴുതി വയ്ക്കുക. തുല്യത, വളർച്ച, സ്വാശ്രയത്വം. അപ്പൊ 4 പോയിന്റ് തരും. ഉള്ളത് ഏത്, ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കും. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ പറയാ. ആധുനികവൽക്കരണം ഒരു ലക്ഷ്യമാണ്, തുല്യത മറ്റൊരു ലക്ഷ്യമാണ്, വളർച്ച മറ്റൊരു ലക്ഷ്യമാണ്, സ്വാശ്രയത്വം മറ്റൊരു ലക്ഷ്യമാണ്. ഓക്കെ, അടുത്ത്, ഇന്ത്യൻ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, ഇന്ത്യ പ്ലാൻഡ് എക്കണോമി എന്ന പുസ്തകം എഴുതിയതാര്? ആരാണ്? എം വിശ്വേശ്വരയ്യ. ഓക്കെ, അടുത്തത്, ഇത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ആസൂത്രണ സമിതി, അതിന്റെ താഴെ എ, ബി, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം. എ എന്നുള്ളവിടെ എഴുതി വെക്കേണ്ടത് ബോംബെ പ്ലാൻ. ഇന്ത്യൻ ആസൂത്രണ സമിതി നേരത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് 1938 INC സമ്മേളനത്തിൽ. അതിനുശേഷം ഒരു ബോംബെ പ്ലാൻ വരുന്നുണ്ട്. അതിനുശേഷം താഴെ ജനകീയ പദ്ധതി. ബി എന്നുള്ളത് എന്താണ്? ജനകീയ പദ്ധതി. അതിന്റെ അവസാനമാണ് എന്ത്? ആസൂത്രണ കമ്മീഷൻ രൂപീകരണം. ഇത് രണ്ടിന്റെയും വർഷം ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ബോംബെ പ്ലാന്, ജനകീയ പദ്ധതി. ഓക്കെ, അടുത്ത്, സാമ്പത്തിക ആസൂത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സാമ്പത്തിക ആസൂത്രണം രാജ്യ പുരോഗതിക്ക് സഹായകരമാകുന്നത് എങ്ങനെ? ലഭ്യമായ വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് സാമ്പത്തിക ആസൂത്രണം. ലഭ്യമായ വിഭവങ്ങൾ പരമാവധി ഉൾപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് സാമ്പത്തിക ആസൂത്രണം. ലഭ്യമായ വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു, സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഓക്കെ, അടുത്ത്, ആധുനികവൽക്കരണം രാഷ്ട്ര പുരോഗതിക്ക് സഹായകരമാകുന്നത് എങ്ങനെയാണ്? ആധുനികവൽക്കരണം സമയലാഭം, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാക്കുന്നു. ജീവിത നിലവാരവും സുരക്ഷിതത്വവും ഉയരുന്നു. ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ വേഗം എത്തുന്നു. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത്,
ആധുനികവൽക്കരണ നൂതന സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റം കൂടിയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ്, അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ചുവടെ തന്നിരിക്കുന്ന ആസൂത്രണ രീതികൾ ഏതെല്ലാം? ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു. ഏതാണ്? കേന്ദ്രീകൃത ആസൂത്രണം, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. ഓക്കെ. രണ്ടാമത്തെ, അധികാരവും സാമ്പത്തിക വിഭവങ്ങളും ത്രിതല പഞ്ചായത്തുകൾ വഴി പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുന്നു. ഏതാണ്? വികേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ ദേശീയ തലത്തിലാണെങ്കിൽ കേന്ദ്രീകൃതം, അധികാരവും സമ്പത്തും ത്രിതല പഞ്ചായത്ത് വഴിയാണെങ്കിൽ വികേന്ദ്രീകൃതം. അടുത്തത് 30ാമത്തെ ചോദ്യം, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. മറ്റു ലക്ഷ്യങ്ങൾ എന്തെല്ലാം? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ബാക്കിയുള്ളത് എന്തെല്ലാം? കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഇതെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്, നിർബന്ധമായും പഠിക്കണം. നീതി ആയോഗിന്റെ ചോദ്യങ്ങളെല്ലാം ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഭൂമിയുടെ പുതപ്പ്. ഭൂമിയുടെ പുതപ്പ് ഉയരത്തിനനുസരിച്ച് താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ പാളികളായി തരംതിരിക്കുക. ഏതെങ്കിലും രണ്ട് അന്തരീക്ഷ പാളികളുടെ സവിശേഷതകൾ വ്യക്തമാക്കുക. അന്തരീക്ഷ പാളികള് കോഡ് TSMT. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. രണ്ട് പാളികളുടെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ, ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ ജീവൻ ഉള്ളത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉള്ള പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. അതേപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തുണ്ട്? ഓസോൺ ഉണ്ട്. തെർമോസ്ഫിയർ, ലാസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? തെർമോസ്ഫിയർ. ഇങ്ങനെ ഏത് പ്രത്യേകതകളാണെങ്കിലും നമുക്ക് പറയാം. ഇപ്പോൾ കോഡ് എന്തായിരുന്നു? TSMT, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ക്രമത്തിൽ പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, ABC വിഭാഗങ്ങളിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് മാതൃക പോലെ യോജിപ്പിക്കുക. ഇപ്പോൾ ഒരു മാതൃക തന്നിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ 0 മുതൽ 18 കിലോമീറ്റർ. ഇത് 80 എന്ന് ഇവിടെ തെറ്റി എഴുതിയതാണ്. ഓക്കെ, 18 എന്നാക്കുക കേട്ടോ. ഓക്കെ, 18 കിലോമീറ്റർ. ക്രമമായ താപനഷ്ട നിരക്ക്, അതായത് മുകളിലേക്ക് പോകും തോറും എന്ത് കുറയുന്നു? താപം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് മാതൃക. അപ്പോൾ നോക്കുക, ട്രോപ്പോസ്ഫിയർ ചേരുംപടി ചേർക്കാണ്. 0 to 18 കിലോമീറ്റർ വരെയാണ്. അതേപോലെ തന്നെ ക്രമമായിട്ട് എന്ത് ചെയ്യുന്നു? താപനഷ്ട നിരക്ക്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞതാണ് സ്ട്രാറ്റോസ്ഫിയർ അല്ലേ? സ്ട്രാറ്റോസ്ഫിയർ ഇവിടെ നോക്കുക, 18 to 50, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 18 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഏകദേശം എന്ത് കാണുക? സ്ട്രാറ്റോസ്ഫിയർ കാണുക. അതിൽ എന്തുണ്ട്? ഓസോൺ പാളി ഉണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ പാളി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത മീസോസ്ഫിയർ 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഏത്? മീസോസ്ഫിയർ. ഉൽക്കകൾ കത്തിത്തീരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപോലെ എടുത്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽക്കകൾ കത്തിത്തീരുന്ന എവിടെയെന്ന് ചോദിക്കും, എവിടെയാണ്? മീസോസ്ഫിയർ. ലാസ്റ്റ് വൺ, തെർമോസ്ഫിയർ. 80 കിലോമീറ്ററിന് മുകളിലാണ് ഏത്? തെർമോസ്ഫിയർ. അതിൻ്റെ ഒരു ഭാഗമാണ് ഏത്? അയണോസ്ഫിയർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കും. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാ. ട്രോപ്പോസ്ഫിയർ 0 മുതൽ 18 കിലോമീറ്റർ വരെയാണ് ക്രമമായ താപനഷ്ട നിരക്ക്. സ്ട്രാറ്റോസ്ഫിയർ 18 മുതൽ 50 കിലോമീറ്റർ വരെയാണ്. അതിലാണ് എന്തുള്ളത്? ഓസോൺ പാളി ഉള്ളത്. മീസോസ്ഫിയർ 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഉൽക്കകൾ എന്ത് ചെയ്യുന്നോടെ? കത്തിത്തീരുന്നു. തെർമോസ്ഫിയർ 80 കിലോമീറ്ററിന് മുകളിലാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഏത്? അയണോസ്ഫിയർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉയരത്തിന് ആനുപാതികമായി ക്രമമായ താപനഷ്ടം സംഭവിക്കുന്നു.
അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ക്രമമായ താപനഷ്ടം അനുഭവപ്പെടുന്നത്? ക്രമമായ താപനഷ്ട നിരക്ക് പ്രസ്താവിക്കുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. സമുദ്രനിരപ്പിൽ അന്തരീക്ഷ താപം 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കെ 1650 മീറ്റർ ഉയരത്തിൽ ഏകദേശം താപനില കണക്കാക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 3 ചോദ്യം അവിടെ തന്നിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ക്രമമായ താപനഷ്ടം അനുഭവപ്പെടുന്നത്? രണ്ടാമത്തെ, ക്രമമായ താപനഷ്ട നിരക്ക് പ്രസ്താവിക്കുക. മൂന്നാമത്തത്, സമുദ്രനിരപ്പിൽ അന്തരീക്ഷ താപം 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും 1650 മീറ്റർ ഉയരത്തിൽ ഏകദേശം താപനില കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യം, മുകളിലേക്ക് പോകുന്തോറും ക്രമമായ താപനഷ്ടം അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണ്? ഏതിലാണ്? ട്രോപ്പോസ്ഫിയർ. ഏതിലാണ്? ട്രോപ്പോസ്ഫിയർ, നമ്മുടെ പാളി, നമ്മളിരിക്കുന്ന പാളി. രണ്ടാമത്, എത്രയാണ് താപനഷ്ട നിരക്ക്? അതായത് എത്ര കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴാണ് 1 ഡിഗ്രി സെൽഷ്യസ് കുറയുക? ശ്രദ്ധിക്കുക, 165 മീറ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 165 മീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യും? താപനില കുറയും എന്നാണ് പറയുക. ഇനി നോക്കുക, 1650 മീറ്റർ ഉയരത്തിൽ അപ്പം എങ്ങനെയായിരിക്കും ഏകദേശം താപനില കണക്കാക്കുക? 1650, 165-ന് 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1650-ന് എത്രയായിരിക്കും? 10 അല്ലേ? 1650 ഡിവൈഡ് ബൈ 165, 10 ഡിഗ്രി സെൽഷ്യസ് കുറയും. അപ്പോൾ സമുദ്രനിരപ്പിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1650 നിരക്കിൽ എത്രയായിരിക്കും? 30 മൈനസ് 10, 20 ഡിഗ്രി സെൽഷ്യസ്. ഒന്നുകൂടെ പറയാ, 1 ഡിഗ്രി സെൽഷ്യസ് കുറയും 165 മീറ്റർ പോകുമ്പോൾ. അപ്പോൾ 1650 മീറ്ററിന് എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറയുക. അപ്പോൾ 30-ന് 10 പോയാൽ എത്രയാണ്? 20. ഓക്കെ, അടുത്തത്, ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്ന അന്തരീക്ഷ ഭാഗത്തിന്റെ വ്യാപ്തി താഴെ പറയുന്നവയിൽ ഏതാണ്? എന്ത് സ്ഫിയർ ആണ്? ഹോമോസ്ഫിയർ അല്ലേ? എത്രയാണ് നോക്കുക, 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ് എന്ത് പറയുക? ഹോമോസ്ഫിയർ എന്ന് പറയുക. ഹോമോസ്ഫിയർ എന്ന് പറയുക. അതായത് ഭൗമ അന്തരീക്ഷത്തിൽ ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിന് ശേഷം വാതക സംരചനയിൽ ഐക്യരൂപമില്ല. ഇത് ഏത് സ്ഫിയർ ആണ്? ഏത് സ്ഫിയർ ആണ്? ഹെട്രോസ്ഫിയർ. അപ്പോൾ പേടിക്കേണ്ട, ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിവിടെ നിൽക്കുന്നു 90 കിലോമീറ്റർ വരെ, അതായത് 90 കിലോമീറ്റർ വരെ വാതകങ്ങൾ ഏകദേശം ഒരേ അനുപാതത്തിലായിരിക്കും. ഇതിനെ പറയുന്ന പേര് ഹോമോ. ഒരേപോലെ എന്നുള്ളതിനെ ഹോമോ എന്നാണ് പറയുക, ഹോമോസ്ഫിയർ. 90 കിലോമീറ്ററിൽ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ വാതകത്തിന് ഐക്യരൂപം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ആ പ്രൊപ്പോർഷനിൽ അത് കാത്തു സംരക്ഷിക്കില്ല, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതിനെന്ത് പറയുന്നു? ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നു. അപ്പോൾ 0 മുതൽ 90 കിലോമീറ്റർ വരെ ഹോമോസ്ഫിയർ, 90-ന് മുകളിൽ ഹെട്രോസ്ഫിയർ. ഓക്കെ, അടുത്ത്, ഓസോൺ ദിനാചരണത്തിന്റെ പ്രസക്തി എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓസോൺ ദിനം എപ്പോഴാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. എപ്പോഴാണ്? സെപ്റ്റംബർ 16. മാർക്ക് ചെയ്യുക, സെപ്റ്റംബർ 16. അപ്പോൾ ഇത് കുട്ടികൾക്ക് SCERT പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ ഓസോൺ ശോഷണം എന്ന ആശയം പറയുക. അപ്പോൾ CFCനെ കുറിച്ച് അവിടെ പറയണം, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ ശോഷണത്തിന്റെ ദോഷഫലം, അന്തരീക്ഷത്തിൽ നിന്നും UV റേ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ വരുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലെ ആ ഓസോൺ ലെയറാണ് അതിനെ അബ്സോർബ് ചെയ്യുക. അപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് UV റേസ് വരുന്നു. അതേപോലെ തന്നെ സ്കിൻ ബേൺ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത, അപ്പോൾ അതിൻ്റെ ആവശ്യകതയും കൂടി പറയുക. ഓക്കെ, അടുത്ത, അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നത് ഏതെല്ലാം വിധത്തിൽ ദോഷകരമാണ്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എത്താൻ കാരണമാകുന്ന സാഹചര്യം. അപ്പോൾ 4 ദോഷങ്ങളാണ് അവിടെ എഴുതാൻ പറഞ്ഞത്. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളാണ് ഓസോൺ വിഘടനത്തെ സൂചിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് നോക്കുക. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, സ്പ്രേ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ്. ഒന്നുകൂടെ പറയാ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണറുകൾ, സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിന്റ്. ഇതിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത്, വനവൽക്കരണത്തിലൂടെ ആഗോളതാപനത്തിന് ഒരു പരിധി വരെ തടുക്കാനാവും. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് ടൈമിൽ ആരാണ്? വനം അല്ലെങ്കിൽ ചെടികളാണ്, ഇലകളാണ്. അപ്പോൾ വനം വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? അത് അബ്സോർബ് ചെയ്യും, ഹരിതഗ്രഹ പ്രഭാവം കുറയും. ഹരിതഗ്രഹ പ്രഭാവം പറഞ്ഞ അത്രയേ ഉള്ളൂ. ഭൂമിയിൽ ചൂട് കൂടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എഫക്റ്റാണ് ഹരിതഗ്രഹ പ്രഭാവം. ഭൂമിയിൽ ചൂട് വേണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ അത് കൂടാനും പറ്റില്ല.
ഓക്കെ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കും. ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. 20% ഓക്സിജൻ അത് സംഭാവന ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഹരിതഗ്രഹവാതകങ്ങളുടെ വർധനവിലൂടെ അന്തരീക്ഷ താപനില ഉയരുന്നു. ഈ പ്രസ്താവനയ്ക്ക് പറയുന്ന പേര് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിതഗ്രഹവാതകങ്ങളുടെ വർധനവിലൂടെ അന്തരീക്ഷ താപനില ഉയരുന്നു. ഇതിൻ്റെ പേര് ആഗോളതാപനം. എന്താണ്? ആഗോളതാപനം. ഈ പ്രക്രിയ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെ? ധ്രുവീയ മഞ്ഞുരുകളിലൂടെ സമുദ്രനിരപ്പ് ഉയരുന്നു, തീരദേശ ആവാസ വ്യവസ്ഥ തകരുന്നതിലൂടെ ഭക്ഷ്യക്ഷാമം, കുടിയേറ്റം എന്നിവ സൃഷ്ടിക്കുന്നു. ആഗോളതാപനം കുടിയേറ്റം സൃഷ്ടിക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ആഗോളതാപനം ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ആഗോളതാപനം ധ്രുവീയ മഞ്ഞുരുകലിന് കാരണമാകുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി മുതൽ എക്സാമിന് വരിക. ഓക്കെ, അടുത്ത വനനശീകരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതിന് കാരണമാകുന്നു. എങ്ങനെ? വനനശീകരണം കൂടുന്നതിലൂടെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കാതെ വരുന്നു. വനനശീകരണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോസിന്തസിസ് നിരക്ക് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പെരുകുന്നതിന് കാരണമാകുന്നു. വനനശീകരണം കൂടുന്നതിലൂടെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കാതെ വരുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പെരുകുന്നതിന് കാരണമാകുന്നു. ഓക്കെ, അടുത്ത വനനശീകരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതിന് കാരണമാകുന്നു. എങ്ങനെ? ഓക്കെ, അത് തന്നെയാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓക്കെ, അടുത്ത ഹരിതഗ്രഹ പ്രഭാവം ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്, പക്ഷെ അതിന് ദോഷഫലമുണ്ട്. ശ്രദ്ധിക്കുക, ഹരിതഗ്രഹവാതകങ്ങളുടെ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില ഉയരാൻ ഇടയാക്കുന്നു. അപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വനനശീകരണം, പുക, അതായത് വ്യവസായശാലകളിൽ നിന്ന് വരുന്ന പുക, വാഹനത്തിന്റെ പുക, ഫോസിൽ ഇന്ധനം കത്തിക്കൽ, ഇതൊക്കെയാണ്. ഇതല്ലാതെ സ്വാഭാവിക പ്രക്രിയയുണ്ട്. അപ്പോൾ മനുഷ്യന്റെ പ്രവർത്തനവും സ്വാഭാവിക പ്രക്രിയയും ഏതാന്ന് ചോദിക്കും. തരംതിരിച്ച് പഠിക്കണം. മനുഷ്യന്റെ പ്രക്രിയയാണ്, മനുഷ്യൻ ചെയ്യുന്ന പ്രക്രിയയാണ് വ്യവസായശാലകളിൽ നിന്നുള്ള പുക, വനനശീകരണം, വാഹനത്തിന്റെ പുക, ഫോസിൽ ഇന്ധനം കത്തിക്കൽ, ഇവയെല്ലാം. ഇനി പ്രകൃതിയാലുള്ളത് ഏതാന്ന് ചോദിക്കും. ഒറ്റയാനെ കണ്ടെത്താനൊക്കെ ചോദിക്കുക. ജൈവ ജീർണനം, അഗ്നിപർവ്വത സ്ഫോടനം. ജൈവ ജീർണനം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം. ജൈവ ജീർണനം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചുവടെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗ്രഹവാതകമല്ലാത്തത് ഏത്? ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥെയിൽ, ഓസോൺ. ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഇതൊന്നും എന്തല്ല? ഹരിതഗ്രഹവാതകമല്ല. ഒന്നുകൂടെ പറയാ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഇതൊന്നും ഹരിതഗ്രഹവാതകമല്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഉത്തരം? ഓക്സിജൻ, ഹരിതഗ്രഹവാതകമല്ലാത്തത്. ഓക്കെ, അടുത്ത് മേഘാവൃതമായ ദിവസങ്ങളിൽ താരതമ്യേന ഉയർന്ന അന്തരീക്ഷ താപം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരിക്കും? അന്തരീക്ഷത്തിലെ നീരാവിയും മേഘങ്ങളും ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ഹരിതഗ്രഹ പ്രഭാവം ഇനിയും മനസ്സിലാവാത്തവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണ്. ഗ്ലാസ് കൊണ്ടൊരു വീട് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പുറത്തു നിന്ന് ചൂട് അകത്തേക്ക് വരും. പക്ഷേ അകത്തുള്ള ചൂട് എന്ത് ചെയ്യില്ല? പുറത്തേക്ക് പോവില്ല. നമ്മൾ ഈ പുഴുക്കെന്നൊക്കെ പറയില്ല, അതിന് പറയുന്ന പേരാണ് ഈ ഹരിതഗ്രഹ പ്രഭാവം. ചൂട് വേണം, എന്നാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നോക്കുക, അന്തരീക്ഷത്തിലെ നീരാവിയും മേഘങ്ങളും ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ഇത് ഭൗമവികിരണത്തെ തടയുകയും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഭൂമിയോടടുത്ത് കൂടുതൽ താപം നിലനിൽക്കുന്നു. അങ്ങനെ ഹരിതഗ്രഹ പ്രഭാവം നടക്കുന്ന കാരണം കൊണ്ട്. ഓക്കെ, അടുത്ത് അന്തരീക്ഷം ഹരിതഗ്രഹം പോലെ പ്രവർത്തിക്കുന്നു. എന്താണ് ഹരിതഗ്രഹങ്ങൾ? ഓക്കെ, അടുത്ത അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ പ്രഭാവം വിശദമാക്കുക. അപ്പോൾ ഇതാണ് ഹരിതഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഹരിതഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീട് നിർമ്മിക്കുകയാണ്. ഓക്കെ, അതായത് ഈ ധ്രുവ പ്രദേശങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? കൊടും ശൈത്യമുള്ള സ്ഥലങ്ങളിൽ വീട് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലാസ് മേൽക്കൂരയുള്ള ഭവനങ്ങൾ നിർമ്മിക്കുന്നു. ഇത് സൗരവികിരണത്തെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള താപം നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത്തരം നിർമ്മിതിയാണ് ഹരിതഗ്രഹം. ഗ്ലാസ് കൊണ്ട് വീടുണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഹരിതഗ്രഹം എന്ന് നമുക്ക് പറയാം. ഒരു ഉദാഹരണമാണത്. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഇത്തരത്തിൽ സൗരവികിരണത്തെ കടത്തിവിടുകയും ഭൗമവികിരണത്തെ തടയുകയും ചെയ്യുന്നതിലൂടെ അന്തരീക്ഷ താപം കുറയാതെ നിലനിർത്തുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിന് ഉദാഹരണം? നോക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്,
മീതെയിൻ, ഓസോൺ, നീരാവി. ഒന്നുകൂടെ പറയാം, കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, ഓസോൺ, നീരാവി. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ത്വരിതമായ ഘനീകരണം നടക്കുന്നു. ഇത് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു. അതിനാൽ പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മം എന്ന് പറയുന്നു. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അതിനങ്ങനെ വിളിക്കുന്നത് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ, ഇത് മേഘമുണ്ടാക്കുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ ഉണ്ടല്ലോ, ഇതാണ് മേഘം ഉണ്ടാക്കുന്നത്. അങ്ങനെ മഴ പെയ്യിക്കുന്നു. അതുകൊണ്ട് അതിനെ ഘനീകരണ മർമ്മം എന്ന് പറയുന്നു. മഴ പെയ്യിക്കാനുള്ള കേന്ദ്രമാണ്. മർമ്മം എന്ന് പറയുമ്പോൾ കേന്ദ്രം. ഓക്കെ, അടുത്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾക്ക് ഏറെ കാലാവസ്ഥ പ്രാധാന്യമുണ്ട്. അതാണ് മഴ പെയ്യിക്കാൻ കാരണം. അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 18ാമത്തെ ചോദ്യം, 17ാമത്തെ ചോദ്യം, 16ാമത്തെ ചോദ്യം ഒന്നാണ്. 18ാമത്തെ ചോദ്യം. കാറ്റിലൂടെ അന്തരീക്ഷത്തിൽ എത്തുന്നത് കൂടാതെ എന്തൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ വരുന്നത്? ഒന്ന് കാറ്റാണ്, വേറെ ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുക, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകൾ കത്തി ചാരമാകുന്നതിലൂടെ. അപ്പോൾ 3 പ്രധാനപ്പെട്ട സ്രോതസ്സാണ് പൊടിക്കുള്ളത്. ഒന്ന് കാറ്റിലൂടെ, രണ്ടാമത്തത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ, മൂന്നാമത്തത് ഉൽക്കകൾ കത്തി ചാരമാകുന്നതിലൂടെ. ഓക്കെ, അടുത്ത് 19ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിട്ടുള്ളതിൽ ഏത് പ്രദേശത്താണ് അന്തരീക്ഷ ജലം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത? എന്തുകൊണ്ട്? ഇത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. തിരുവനന്തപുരം, ബാംഗ്ലൂരു, ഡൽഹി. ഏതാണ്? തിരുവനന്തപുരം. കാരണം എന്താണ്? തിരുവനന്തപുരം സമുദ്ര സമീപത്താണ്. അപ്പോൾ ഏതിൻ്റെ തീരത്താണ്, ഇന്ത്യയുടെ മാപ്പിൽ ഏതിൻ്റെ തീരത്താണ് വെള്ളം ഉള്ളത് നോക്കുക. അപ്പോൾ ഇങ്ങനെ തരും, ഏത് പ്രദേശത്താണ് അന്തരീക്ഷ ജലം കൂടുതൽ? എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ, അടുത്ത് ചുവടെ പ്രസ്താവിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം എഴുതുക. ഭൂമധ്യരേഖാ പ്രദേശത്ത് അന്തരീക്ഷ ജലാംശം കൂടുതലായിരിക്കും, ധ്രുവപ്രദേശങ്ങളിൽ കുറവായിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തരും, ശരിയാണോ തെറ്റാണെന്ന് ചോദിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് ഭൂമധ്യരേഖാ പ്രദേശത്ത് 0 ഡിഗ്രി പ്രദേശത്ത് അന്തരീക്ഷ ജലാംശം കൂടുതലും, ധ്രുവപ്രദേശങ്ങളിൽ അന്തരീക്ഷ ജലാംശം കുറവായിരിക്കും. രണ്ടാമത്, തീരദേശങ്ങളെ അപേക്ഷിച്ച് ഉൾപ്രദേശങ്ങളിൽ അന്തരീക്ഷ ജലാംശം കുറവായിരിക്കും, തീരദേശങ്ങളിലായിരിക്കും അന്തരീക്ഷ ജലാംശം കൂടുതൽ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇതേപോലെ ചോദിക്കും. എന്താണ് കാരണം? ചൂട് കൂടിയ പ്രദേശമാണ് ഭൂമധ്യരേഖാ പ്രദേശം. അപ്പോൾ അവിടെ ബാഷ്പീകരണ തോത്, അതായത് സൂര്യപ്രകാശം തട്ടിയിട്ട് ജലാംശം ഉയരുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ ജലാംശം തങ്ങി നിൽക്കുന്നു. ഇനി രണ്ടാമത്തത്, ഭൗമോപരിതല ജലസ്രോതസ്സുകൾ ആയിരിക്കും എവിടെ? തീരപ്രദേശങ്ങളിൽ. അപ്പോൾ തീരപ്രദേശങ്ങളിൽ ജലപ്രദേശമായിരിക്കും, അതുകൊണ്ട് അന്തരീക്ഷത്തിൽ ജലം കൂടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യം. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ എന്നീ വാതകങ്ങൾക്ക് തുല്യ പ്രാധാന്യമുണ്ട്. സാധൂകരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മനുഷ്യനടക്കമുള്ള ജന്തുജാലങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് ഓക്സിജൻ. അപ്പോൾ സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അതിന് നിർബന്ധമായിട്ട് ഓക്സിജൻ തന്നെ എഴുതണം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് രാത്രി കാലങ്ങളിൽ ചെടിയുടെ താഴെ അല്ലെങ്കിൽ മരത്തിൻ്റെ താഴെ കിടന്നുറങ്ങരുതെന്ന് പറയണം. അപ്പോൾ സൂര്യപ്രകാശം ഇല്ല. അപ്പോൾ ആ സസ്യങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന പോലെ ശ്വസിക്കുമായിരിക്കും. അപ്പോൾ അത് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശ്രദ്ധിക്കുക, അപ്പോൾ അത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അകത്തേക്ക് വലിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. മനുഷ്യൻ എങ്ങനെയാണ് ശ്വസിക്കുന്നത് അതേപോലെ തന്നെയാണ് ചെടികളും ശ്വസിക്കുക. പക്ഷെ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ മാത്രമാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ഓക്കെ, അടുത്ത് സസ്യങ്ങൾ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ നൈട്രജൻ വാതകത്തെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. അപ്പോൾ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യം. അന്തരീക്ഷത്തിലെ ആനുപാതിക അളവിൻ്റെ അവരോഹണ ക്രമത്തിൽ വാതകങ്ങളെ പുനഃക്രമീകരിക്കുക. ആർഗൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. അതായത് വലുതിൽ നിന്നും ചെറിയ ക്രമത്തിലേക്ക്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ. രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് ആർഗോൺ, നാലാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ഓക്സിജൻ, അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ആർഗൺ, അത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാതകങ്ങൾ. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം, കുലീനവാതകം എന്നൊക്കെ ചോദിച്ചാൽ ആർഗൺ ആണ് വരിക. ആർഗൺ 18ാം ഗ്രൂപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഭൂമിയുടെ പുതപ്പ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ്. നമ്മുടെ ഗവൺമെൻറ്. ഒന്നാമത്തെ ചോദ്യം. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൻ്റെ ചുമതലയാണ്? അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൻ്റെ ചുമതലയാണ്?
ഗവൺമെന്റിന് 3 വിഭാഗമാണ്. ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണം, ജുഡീഷ്യറി നീതിന്യായം, 3 വിഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ചുമതലയാണ് അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക എന്നുള്ളത്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നിയമസഭകളിലും അതേപോലെ തന്നെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം പാർലമെന്റ് ആണ് നിയമനിർമ്മാണത്തിന്റെ വിഭാഗം. അടുത്ത, ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏകമണ്ഡല നിയമസഭയാണ് കേരളം പോലെ. എന്നാൽ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ UP, ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അടുത്ത 3ാമത്തെ ചോദ്യം, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. അടുത്ത 4ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതിയുടെ അധികാരങ്ങളേവ? എന്തൊക്കെയാണ് അധികാരങ്ങൾ? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ, റിട്ട് എന്ന് പറയും, ആർട്ടിക്കിൾ 226 പ്രകാരം. അടുത്ത, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ. കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ സിവിലായാലും ക്രിമിനലായാലും ആരാണ് പരിഗണിക്കേണ്ടത്? ഹൈക്കോടതി. അടുത്ത, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. സംസ്ഥാന നിയമസഭ മാത്രമല്ല, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ കൂടി ആർക്ക് അധികാരമുണ്ട്? ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അടുത്ത, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ആര്? ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാന്ന് ചോദിക്കും. ആരാണ്? രാഷ്ട്രപതി, പ്രസിഡന്റ്. അടുത്ത, രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വിശദമാക്കുക. 6ാമത്തെ ചോദ്യം. എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കൽ. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും, വേറെ ആർക്കും കേസ് എടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് കേസ് എങ്ങോട്ട് പോകും? സുപ്രീം കോടതിയിലോട്ട് പോകും. അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കൽ. അതേപോലെ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ. അടുത്ത, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ സ്വീകരിക്കൽ. അടുത്ത, മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഹരിക്കൽ. അപ്പൊ ഇതൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരം. അടുത്ത, സുപ്രീം കോടതി നീതിന്യായ വിഭാഗത്തിന്റെ ഘടന കാണിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. സുപ്രീം കോടതി, സബ് കോടതി, ഇനിയിപ്പോൾ അതിൽ ഏതൊക്കെ വരും, അതിന്റെ ഇടയിൽ ഏതൊക്കെ വരും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സുപ്രീം കോടതി ഏറ്റവും മുകളിൽ വരും. സുപ്രീം കോടതിയുടെ താഴെ ഹൈക്കോടതിയുടെ താഴെ ജില്ലാ കോടതി, ഏറ്റവും താഴെയാണ് ഏത്? സബ് കോടതി വരിക. ഓക്കെ, അപ്പൊ സുപ്രീം കോടതി ഏറ്റവും മുകളിൽ, താഴെ ഹൈക്കോടതി, അതിന്റെ താഴെ ജില്ലാ കോടതി, ഏറ്റവും താഴെ സബ് കോടതികൾ. അടുത്ത, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം ഏത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആര്? നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമ നിർമ്മാണ വിഭാഗം, ലെജിസ്ലേച്ചർ. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് വിഭാഗം, കാര്യനിർവഹണം എന്ന് മലയാളത്തിൽ പറയും. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? നീതിന്യായ വിഭാഗം, കോടതികൾ. അടുത്ത, സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവൻ ആര്? വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. സംസ്ഥാന കാര്യനിർവഹണത്തിന്റെ തലവൻ ആരാണ്? ഗവർണർ. അടുത്ത, കേന്ദ്ര മന്ത്രിസഭയുടെ തലവനായ പ്രധാനമന്ത്രിയുടെ സ്ഥാനവും ചുമതലകളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഭൂരിപക്ഷമുള്ള കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് പ്രധാനമന്ത്രി. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായക സ്വാധീനം അദ്ദേഹത്തിനുണ്ടാവും. ലോക്സഭയുടെ നേതാവാണ് അദ്ദേഹം. ക്യാബിനറ്റ് മീറ്റിങ്ങുകളുടെ അധ്യക്ഷനാണ് അദ്ദേഹം. അതേപോലെ തന്നെ മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്ന ആരാന്ന് ചോദിക്കും. ആരാണ്? പ്രധാനമന്ത്രിയാണ്. അടുത്ത, ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിക്ക് വിപുലമായ ചുമതലകളാണ് നൽകിയിട്ടുള്ളത്. അവയിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിക്ക് നൽകിയ വിപുലമായ ചുമതലകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാന്ന് ചോദിക്കും. പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത്
പ്രസിഡന്റ് ആണ്. സർവ്വസൈന്യാധിപൻ, എല്ലാ സൈന്യത്തിന്റെയും തലവൻ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. ഇപ്പൊ ഇതില്ല. ലോക്സഭയിലേക്കുള്ള 2 അംഗങ്ങൾ എന്നുള്ളത് 104 ഭരണഘടനാ ഭേദഗതിയിൽ എടുത്തു കളഞ്ഞു. ഇപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾ അംഗീകാരം നൽകുന്നത്, പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നത് അദ്ദേഹമാണ്, ഒപ്പുവയ്ക്കുന്നത്. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ദയാഹർജി ആർട്ടിക്കിൾ 72 പ്രകാരം ദയാഹർജി നടപ്പിലാക്കൽ, ആർട്ടിക്കിൾ 72 പ്രകാരം ദയാഹർജി നടപ്പിലാക്കൽ. അടുത്ത, രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജുകൾക്കുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഓക്കെ, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് ഇലക്ടറൽ കോളേജിൽ ഉണ്ടാവുക. ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ പി ടി ഉഷയെ നോമിനേറ്റ് ചെയ്തിട്ടില്ലേ, അവർക്കൊന്നും രാഷ്ട്രപതി ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. എവിടത്തേക്കാണ്? ലോക്സഭ, രാജ്യസഭ, അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി നോക്കുക. പക്ഷെ ഉപരാഷ്ട്രപതി അങ്ങനെയല്ല. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന സംഘമായ ഇലക്ടറൽ കോളേജിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും എല്ലാ അംഗങ്ങളും ഉണ്ടാവും. അതായത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഓക്കെ, ഒന്നുകൂടെ പറയാം. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ലോക്സഭ, രാജ്യസഭ, നിയമസഭ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഉപരാഷ്ട്രപതി ആണെങ്കിൽ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ, എല്ലാ എം പിമാരും. അടുത്ത, ചുവടെ നൽകിയിരിക്കുന്നവയിൽ രാഷ്ട്രപതിയുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ദയാഹർജി തീർപ്പ് കൽപ്പാക്കുക, രാജ്യസഭാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുക, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക. എന്തായിരുന്നു? രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. അതാരുടെ ചുമതലയാണ്? ഉപരാഷ്ട്രപതിയുടെ. അടുത്ത, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 വർഷമാണ്. എത്ര തവണ വേണമെങ്കിലും ആകാം. 5 വർഷമാണ്, എത്ര തവണ വേണമെങ്കിലും ആവാം. അമേരിക്കയിൽ 4 വർഷമാണ്, 2 തവണ ആവാൻ പറ്റുള്ളൂ. അടുത്ത, ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇലക്ടറൽ കോളേജ് ആണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സ് ആയിരിക്കാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും. അടുത്ത 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആര്? ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം ചോദിക്കും. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. പാസ്പോർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതി. അടുത്ത, ഇന്ത്യയിലെ നിയമനിർമ്മാണ നടപടിക്രമം വിശദമാക്കുക. ഒരു സഭ മാത്രമാണെങ്കിൽ ഏക നിയമനിർമ്മാണ സഭയെന്നും, 2 മണ്ഡലങ്ങളുള്ള നിയമനിർമ്മാണ സഭയാണെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയെന്നും പറയും. എവിടെ? സംസ്ഥാനങ്ങളിൽ. അടുത്ത, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥർ ഏത് കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു? ഇപ്പോൾ PSC, UPSC ഒക്കെ തിരഞ്ഞെടുക്കുന്നവർ ഏതാണ്? സ്ഥിര കാര്യനിർവഹണ വിഭാഗം. സ്ഥിര കാര്യനിർവഹണ വിഭാഗം. അടുത്ത, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവും സ്ഥിര കാര്യനിർവഹണ വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം. പൊളിറ്റിക്കലായിട്ട് ഉള്ള എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ബ്യൂറോക്രസിയുടെ എക്സിക്യൂട്ടീവും തമ്മിലുള്ള വ്യത്യാസം. രാഷ്ട്രപതി, കേന്ദ്രമന്ത്രിസഭ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, പക്ഷേ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എക്സാം എഴുതിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. വിരമിക്കുന്നത് വരെ ഇവർ സർവീസിൽ ഉണ്ടായിരിക്കും. അടുത്ത, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയുടെ പേരെന്ത്? 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയുടെ പേര് രാജ്യസഭ. അധോസഭ ചോദിച്ചാലോ? ലോക്സഭ. അടുത്ത, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? എവിടെയാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുക? ലോക്സഭ. അടുത്ത, ഇന്ത്യയിൽ ഒരു ബില്ല് നിയമമാകുന്ന നടപടിക്രമം വിശദമാക്കുക. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് രാജ്യസഭയിലോ ലോക്സഭയിലോ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കുക. ധനബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. മണി ബില്ലാണെങ്കിൽ ആർട്ടിക്കിൾ 110 പ്രകാരമുള്ള മണി ബില്ലാണെങ്കിൽ ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. 1ാം വായന, 2ാം വായന, 3ാം വായന, അങ്ങനെ 3 വായന ഉണ്ടാവും. ഈ 3 വായനയും 2 സഭകളിലും നടത്തണം. എന്നിട്ട് 2 സഭകളും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു സഭ പാസ്സാക്കുകയാണ്, മറ്റൊരു സഭയ്ക്ക് പാസ്സാക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാം. അങ്ങനെ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ച നിയമമായി മാറും. അടുത്ത, ഒരു നിയമത്തിന്റെ കരട് രൂപത്തിന് പറയുന്ന പേര് ബില്ല്. അത് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആക്റ്റായി മാറും. അടുത്ത, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാൻ പാർലമെന്റ് സ്വീകരിക്കുന്ന മാർഗം.
കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാൻ പാർലമെന്റ് സ്വീകരിക്കുന്ന മാർഗം ഏതാണ്? ചോദ്യങ്ങൾ ഉന്നയിക്കൽ. അതേപോലെ തന്നെ ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട് ഇവർക്ക് അവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട്. അടുത്ത നിയമനിർമ്മാണം പാർലമെന്റിന്റെ പ്രധാന ചുമതലയാണ്. മറ്റു ചുമതലകൾ എന്തെല്ലാം? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി. ഒന്നുകൂടെ പറയാ, നിയമനിർമ്മാണം പാർലമെന്റിന്റെ പ്രധാന ചുമതലയാണ്. മറ്റു ചുമതലകൾ ഏതൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി. അടുത്ത രാഷ്ട്രപതി വിളിച്ചു ചേർക്കുന്ന പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108 ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ജോയിന്റ് സിറ്റിംഗ്. ഈ ജോയിന്റ് സിറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭാ ചെയർമാൻ ഒരിക്കലും പറ്റില്ല, അദ്ദേഹം അതിന്റെ അംഗമല്ല, അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്. അടുത്ത ധനബില്ലുകൾ നിയമപരമായി മാറുന്നതിന്റെ നടപടിക്രമം. ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ലോക്സഭ പാസാക്കിയാൽ ധനബില്ലാണോ എന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് പറയുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കർ. ആദ്യം ലോക്സഭയിൽ തന്നെ പാസ്സാക്കണം. ലോക്സഭ പാസ്സാക്കിയ ധനബില്ലാണെന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലഭിച്ച് 14 ദിവസത്തിനകം രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ ലോക്സഭയിലേക്ക് തിരിച്ചയക്കുന്നു. 14 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് തിരിച്ചയക്കണം, അല്ലെങ്കിൽ പാസ്സാക്കിയതായിട്ട് കണക്കാക്കും. ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുക. അവരൊരു വല്ല റെക്കമെൻഡേഷനും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ലോക്സഭ വേണമെങ്കിൽ സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കും. പവർ ആർക്കാണ്? ധനബില്ലിന്റെ കാര്യത്തിൽ, മണി ബില്ലിന്റെ കാര്യത്തിൽ ആർക്കാണ്? ലോക്സഭയ്ക്ക്. അടുത്ത ആദ്യം ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നത് ഏതുതരം ബില്ലാണ്? 28ാമത്തെ ചോദ്യം ഏതാണ്? ധനബില്ല്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ധനബില്ലുകൾ. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ധനബില്ലുകൾ. അടുത്ത ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആര്? ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് പ്രസിഡന്റ്, രാഷ്ട്രപതി. അടുത്ത ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നിവ ഇന്ത്യയിലെ നിയമനിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ഓരോന്നും വിശദമാക്കുക. ഒരു ബില്ല് ആദ്യം ഒന്നാം വായന എന്താണ്? ബില്ല് അവതരിപ്പിക്കുന്നു, ജസ്റ്റ് വായിക്കുന്നു. രണ്ടാം വായന, ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്യുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായന, ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒരു ബില്ലിന് 3 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ ബില്ല് അവതരിപ്പിക്കുകയാണ്. അത് വെറുതെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ബില്ലിൽ ഉൾക്കൊള്ളിച്ച ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായന എന്ന് പറയുമ്പോൾ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അടുത്ത ലോക്സഭയുടെയും രാജ്യസഭയുടെയും സവിശേഷതകൾ പറയുക. ലോക്സഭ തെരഞ്ഞെടുക്കപ്പെട്ട 543 അംഗങ്ങൾ. ഇപ്പൊ നാമനിർദ്ദേശമില്ല ലോക്സഭയിലേക്ക്. തെരഞ്ഞെടുക്കപ്പെട്ട 543 അംഗങ്ങൾ. ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. കാലാവധി 5 വർഷം. സ്പീക്കർ എന്ത് ചെയ്യുന്നു? അധ്യക്ഷത വഹിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട 543 അംഗങ്ങള് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. കാലാവധി 5 വർഷം. സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. രാജ്യസഭ തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങളും. മൊത്തം സ്ട്രെങ്ത് 250, പക്ഷെ ഇപ്പോൾ 245 പേരേ ഉള്ളൂ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. ഒരു സ്ഥിരം സഭയാണ്. ഇവിടുത്തെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭയിലെ അംഗങ്ങൾക്ക് 6 വർഷമാണ് കാലാവധി. അടുത്ത രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 79 പ്രകാരം ലോക്സഭ പ്ലസ് രാജ്യസഭ പ്ലസ് പ്രസിഡന്റ് ആണ് എന്ത്? ലോക്സഭ പ്ലസ് രാജ്യസഭ പ്ലസ് പ്രസിഡന്റ് ആണ് എന്ത്? പാർലമെന്റ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുന്ന അദ്ദേഹമാണ്. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹമാണ്. ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് അദ്ദേഹമാണ്. ഈ ഉള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് അദ്ദേഹമാണ്. അടുത്ത ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് പട്ടിക പൂർത്തിയാക്കുക. 33ാമത്തെ ചോദ്യം. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ സഭ, നീതിന്യായ വിഭാഗം. മന്ത്രിസഭ ഏതിലാ വരിക? നോക്കുക, മന്ത്രിസഭ. അപ്പൊ അങ്ങനെയാണ് എഴുതാൻ പറഞ്ഞത്. ഇതിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ, കാര്യനിർവഹണ വിഭാഗത്തിൽ, നീതിന്യായ വിഭാഗത്തിൽ. ഞാൻ ക്രമത്തിൽ പറഞ്ഞു. നിയമനിർമ്മാണ വിഭാഗത്തിൽ വരിക, ശ്രദ്ധിക്കുക, ലോക്സഭ, രാജ്യസഭ, ഇവിടെ എല്ലാം നിയമം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ നോക്കുക, നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ, ലോക്സഭ, രാജ്യസഭ, അതിന് പാർലമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം.
ഓക്കെ, അടുത്ത കാര്യനിർവഹണ വിഭാഗം ഏതൊക്കെയാണ്? മന്ത്രിസഭയും ഉദ്യോഗസ്ഥ വൃന്ദവും. ഉദ്യോഗസ്ഥ വൃന്ദം സ്ഥിരമാണ്, ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മന്ത്രിസഭ. നീതിന്യായ വിഭാഗം കോടതികൾ അല്ലേ, ഏതൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഈ പെട്ടി നോക്കുക. നിയമനിർമ്മാണ വിഭാഗം ലോക്സഭ രാജ്യസഭ, കാര്യനിർവഹണ വിഭാഗം മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം, നീതിന്യായ വിഭാഗം സുപ്രീം കോടതി ഹൈക്കോടതി. അടുത്ത ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? രണ്ട് സഭയുണ്ട്, ഏതൊക്കെയാണ്? ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട്, അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? ദ്വിമണ്ഡലം. അടുത്ത ചുവടെ നൽകിയിട്ടുള്ളവയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗം ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗം ഏതാണ്? എക്സിക്യൂട്ടീവ്. ഏതാണ്? രാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ചോദിച്ച രാഷ്ട്രപതിയുടെ അവിടെ ഗവർണർ എന്ന് എഴുതി വയ്ക്കുക, കേന്ദ്ര മന്ത്രിസഭയുടെ അവിടെ സംസ്ഥാന മന്ത്രിസഭ എന്ന് എഴുതി വയ്ക്കുക, ഉദ്യോഗസ്ഥ വൃന്ദം അങ്ങനെ തന്നെ. അടുത്ത 3 ഘടകങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ഗവൺമെന്റ്. അതിലൊരു ഘടകം ചുവടെ നൽകിയിരിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം. മറ്റു ഘടകങ്ങൾ എഴുതുക. നമ്മൾ പറഞ്ഞു 3 ഘടകമാണ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം തന്നിട്ടുണ്ട്. ഉത്തരം ഏതൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അടുത്ത ചുവടെ നൽകിയിട്ടുള്ള ചുമതലകൾ ആരുടേതാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നു. ഓക്കെ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. ആരാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക? പറയാ, ആരാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, അഡ്രസ് ചെയ്യുക? പ്രസിഡന്റ്. അടുത്ത ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞില്ലേ, വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, അടുത്ത ചുവടെ നൽകിയിരിക്കുന്നവയിൽ ലോക്സഭയെ കുറിച്ചുള്ള പ്രസ്താവന അല്ലാത്തത് ഏത്? ജനപ്രതിനിധി സഭ എന്ന് വിളിക്കുന്നു, ശരിയാണല്ലോ അല്ലെ? വിളിക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു, തെറ്റാണ്. അടുത്ത 5 വർഷമാണ് കാലാവധി, ശരിയാണ്. അപ്പോൾ ഏതാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ഓക്കെ, അടുത്ത നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ വിഭാഗം കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? നമ്മുടെ ഗവൺമെന്റ്. പ്രാചീന തമിഴകം. ഒന്നാമത്തെ ചോദ്യം, പഴന്തമിഴ് പാട്ടിന്റെ 2 വിഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ ഓരോന്നിന്റെയും പേരെഴുതുക. ഒന്നാമത്തത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടിന് പറയുന്ന പേര്. രണ്ടാമത്തത് യുദ്ധം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളുടെ പേര്. അപ്പോൾ വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ പഴന്തമിഴ് പാട്ടിന് പറയുന്ന പേരാണ് അകംപാട്ടുകൾ. വീടിനകത്ത് എന്നാലോചിക്കുക, വീടിനകത്ത്, അകംപാട്ട്. ഓക്കെ, യുദ്ധം, കച്ചവടം എന്നുള്ളത് പുറംപാട്ടുകൾ. അടുത്ത മഹാശില കാലഘട്ടത്തിന്റെ ഏതെങ്കിലും 4 സ്മാരകങ്ങളുടെ പേരെഴുതുക. താഴെ തന്നിരിക്കുന്നതിൽ മഹാശില കാലഘട്ടത്തിൽ പെടുന്നത് ഏത്, പെടാത്തത് എന്നൊക്കെ ചോദിക്കും. വളരെ സിമ്പിളാണ്. മുനിയറ, കന്മേശ, കല്ലറ, കൽത്തൊട്ടി, തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്. ഒന്നുകൂടെ പറയാ: മുനിയറ, കന്മേശ, കല്ലറ, കൽത്തൊട്ടി, തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്. അടുത്ത പ്രാചീന തമിഴകം റോമാക്കാരുമായി വാണിജ്യ ബന്ധത്തിലുണ്ടായിരുന്നു. തെളിവെന്ത്? എന്താണ്? മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച റോമൻ നാണയങ്ങൾ. എന്ത് നാണയങ്ങളാണ്? റോമൻ നാണയങ്ങൾ. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കുക, ഇവർക്ക് ആരുമായിട്ടാണ് കച്ചവടം ഉണ്ടായിരുന്നത് ചോദിക്കുക. ആരുമായിട്ടാണ്? റോമാക്കാരുമായിട്ട്. അടുത്തത് പ്രാചീന തമിഴകത്തെ ചില പട്ടണങ്ങളുടെ പേരുകളാണ് ചുവടെ തന്നിരിക്കുന്നത്. അവയുടെ പ്രത്യേകത എഴുതുക. ഒന്നാമത്തെ പട്ടണം മധുരൈ, രണ്ടാമത്തത് വാഗെ. ഓക്കെ, മധുര എന്ന് പറയുമ്പോൾ പാണ്ഡ്യന്മാരുടെ അധികാര കേന്ദ്രമാണ്. വാഗെ എന്ന് പറയുമ്പോൾ തുറമുഖ പട്ടണമാണ്. അടുത്ത പ്രാചീന തമിഴകത്തെ വിനിമയവുമായി ബന്ധപ്പെട്ട് പദങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ ഓരോന്നും എന്തെന്ന് വ്യക്തമാക്കുക. ഒന്നാമത്തത് നൊടുത്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് നൊടുത്തൽ. സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്ന രീതി. അടുത്ത അല്ലാലാവണ്ണം. എന്താണ് അല്ലാലാവണ്ണം? രണ്ടാമത്തെ എന്താണ് അല്ലാലാവണ്ണം? അന്തിച്ചന്ത, രാത്രിയിൽ കാണുന്ന ചന്ത. അടുത്ത നാളങ്ങാടി. എന്താണ് നാളങ്ങാടി? രാവിലത്തെ ചന്ത. ഒന്നുകൂടെ പറയാം. നൊടുത്തൽ എന്ന് പറയുമ്പോൾ ബാർട്ടർ സിസ്റ്റമാണ്, സാധനങ്ങൾക്ക് പകരം സാധനം കൊടുക്കുക.
അല്ലാലാവണം എന്ന് പറയുമ്പോൾ രാത്രി ചന്തയാണ്. നാളങ്ങാടി എന്ന് പറയുമ്പോൾ എന്താണ്? രാവിലത്തെ ചന്ത. അടുത്ത പ്രാചീന തമിഴകം എന്ന് വിളിച്ചിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? ആന്ധ്രാപ്രദേശില് തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ, അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റെൻഡ് ഏതാ ചോദിക്കും, അതിർത്തി അതെന്ന് ചോദിക്കും. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം. അടുത്ത മഹാശിലാ കാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിനെ ഇരുമ്പ് യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? മഹാശിലാ കാലഘട്ടത്തെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഇരുമ്പ് യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നാണ് ആ കാലഘട്ടത്തിലെ വിവിധതരം ഇരുമ്പ് ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഉദാഹരണം വാള്, കുന്തം, കത്തി, ആണികൾ തുടങ്ങിയവയെല്ലാം കണ്ടെത്തിയത് മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നാണ്. അടുത്ത ഇരുമ്പ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ മഹാശിലാ കാലഘട്ടം പുരോഗതി നേടിയിരുന്നു. ഉദാഹരണ സഹിതം സമർത്ഥിക്കുക. നോക്കുക, മഹാശിലാ കാലഘട്ടത്തില് വ്യത്യസ്ത തരം ഇരുമ്പ് ഉപകരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം ചൂണ്ടക്കൊളുത്ത്, വിളക്ക് വാള്, കുന്തം, കത്തി, ആണികൾ. അപ്പൊ കിട്ടിയത് ഏതെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. എ കോളത്തിന് യോജിക്കും വിധം ബി കോളം ക്രമപ്പെടുത്തുക. അപ്പൊ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഉത്തരം നമ്മൾ പഠിച്ചു വെക്കുക. 10 പാട്ടിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മധുരൈ കാഞ്ചി. ഈ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശമുള്ളത്. അടുത്ത മഹാകാവ്യങ്ങൾ. ഏതാണ് മഹാകാവ്യങ്ങൾ? ചിലപ്പതികാരം ഒരു മഹാകാവ്യമാണ്. അടുത്ത വ്യാകരണ ഗ്രന്ഥം ഏതാന്ന് ചോദിക്കും. സംഘകാലഘട്ടത്തിലെ പ്രാചീന തമിഴകത്തിലെ ഏതാണ്? തോൽക്കാപ്പിയം. അടുത്ത 11 കീഴ്ണക്കണക്ക് ഏതാണ്? തിരുക്കുറൽ. തിരുവള്ളുവർ എഴുതിയ തിരുക്കുറൽ. അപ്പോൾ ചേരുംപടി ചേർക്കാൻ വേണ്ടി ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. വ്യാകരണ ഗ്രന്ഥം ഏതാന്നൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഏതാണ്? തോൽക്കാപ്പിയം. അടുത്ത 10ാമത്തെ ചോദ്യം, മഹാശിലാ സ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും പ്രാചീന തമിഴകത്തെ ഉപകരണങ്ങളെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? മഹാശിലാ സ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പ്രാചീന തമിഴകത്തെ ഉപകരണങ്ങളെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? വ്യത്യസ്തമായ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു, മൺപാത്രങ്ങൾ ഉപയോഗിച്ചു, ശില ഉപയോഗിച്ച് മഹാശിലാ സ്മാരകങ്ങൾ ഉണ്ടാക്കി. അടുത്ത തെക്കേ ഇന്ത്യയിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങളുടെ പേര്. തെക്കേ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? അളകരെ, ഓക്കെ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചെല്ലനൂർ, മറയൂർ, ഉമ്മിച്ചിപ്പൊയിൽ, ചെറമനങ്ങാട്. അടുത്ത എന്താണ് നന്നങ്ങാടികൾ? പ്രാചീന തമിഴകത്ത് മരിച്ച ആളുകളുടെ ഭൗതികാവശിഷ്ടം കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്നു. ഇത്തരം കലങ്ങളെ നന്നങ്ങാടികൾ എന്ന് പറയുന്നു. അടുത്ത മുച്ചിരി എന്ന് പറയുമ്പോൾ മുച്ചിരി പട്ടണം, മുച്ചിരി, വാഗെ എന്നിവ പ്രാചീന തമിഴകത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. വേറെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? തൊണ്ടി, മാന്തേ, കാവേരിപ്പട്ടണം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ തുറമുഖം ഉള്ളത് ഏത്, ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കും. തൊണ്ടി, മാന്തേ, കാവേരിപ്പട്ടണം. അടുത്ത പ്രാചീന തമിഴകത്തെ കച്ചവടത്തിൽ മൂവേന്തന്മാർ വഹിച്ച പങ്ക്. ആരാണ് മൂവേന്തന്മാർ? വാണിജ്യത്തെ നിയന്ത്രിച്ച ആളുകള്, വാണിജ്യത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരുന്നവര്. പ്രാചീന തമിഴകത്തെ മൂവേന്തന്മാർ ആരൊക്കെയായിരുന്നു? 3 ആളുകളാണ്. 3 അധികാര കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരാണ് മൂവേന്തന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഉദാഹരണം ചേരന്മാര്, ചോളന്മാര്, പാണ്ഡ്യന്മാര്. ചേര, ചോള, പാണ്ഡ്യ. അടുത്ത പ്രാചീന തമിഴകത്ത് വാണിജ്യത്തിന്റെ ഉമണർ വഹിച്ച പങ്ക് എന്ത്? പ്രാചീന തമിഴകത്ത് വാണിജ്യത്തിൽ ഉമണർ വഹിച്ച പങ്ക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിനിമയത്തിനും കയറ്റുമതിക്കും ഉമണർ വഴിയാണ് നടന്നിരുന്നത്. ഇവർ നെയ്തൽ പ്രദേശത്തു നിന്നും ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റ് തിണകളിൽ വിതരണം ചെയ്തു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിനിമയവും കയറ്റുമതിയും ഉമണർ വഴിയാണ് നടന്നിരുന്നത്. ഇവർ നെയ്തൽ പ്രദേശത്തു നിന്ന് ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റ് തിണകളിൽ വിതരണം ചെയ്തു. അടുത്ത പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന സാധന കൈമാറ്റ സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നൊടുത്തൽ ബാർട്ടർ സിസ്റ്റം. അടുത്ത പ്രാചീന തമിഴകത്തിന്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാം? സംഘം കൃതികൾ, മഹാശിലാ സ്മാരകങ്ങൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ. അടുത്ത സംഘം കൃതികളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ഏതെല്ലാം? പ്രാചീന തമിഴകത്തിന്റെ ഭൂപ്രകൃതി, ആടയാഭരണങ്ങൾ, വിനോദങ്ങൾ,
ആചാരങ്ങൾ, പ്രധാന തൊഴിലുകൾ, വിശ്വാസങ്ങൾ, ഭൂപ്രകൃതി, വിഭവസമൃദ്ധി, ആഹാരരീതി, ഇതെല്ലാം അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ആ കൃതികളിൽ നിന്ന് കിട്ടും. അടുത്ത അകംപാട്ടുകൾ, പുറം പാട്ടുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അകംപാട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള കാര്യങ്ങൾ. പുറം പാട്ടുകൾ എന്ന് പറയുമ്പോൾ പുറത്തുള്ളത്, അല്ലെ? യുദ്ധം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ. അടുത്ത അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘകൃതികളുടെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതിലാണ്? എട്ടുതൊക. അടുത്ത സംഘകാലത്തെ 4 കവികളുടെ പേര് എഴുതുക. കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ. കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ. അടുത്ത പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരം ഏത് പേരിൽ അറിയപ്പെടുന്നു? സംഘം സാഹിത്യം അല്ലെങ്കിൽ സംഘകൃതികൾ. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതേത്? തോൽക്കാപ്യം മഹാകാവ്യമാണ്. പ്രാചീന തമിഴകത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് ഉമണർ വഴിയാണ്. സംഘകാലഘട്ടത്തിൽ സാധന കൈമാറ്റ വ്യവസ്ഥ നിലനിന്നിരുന്നില്ല. ഏതാണ്? ഇനി ഒന്നുകൂടെ ഉണ്ട്. പ്രാചീന തമിഴകത്തെ അന്തിച്ചന്തകളെ നാളങ്ങാടി എന്ന് വിളിച്ചിരുന്നു. അതിലൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഏതാണ്? പ്രാചീന തമിഴകത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് ഉമണർ വഴിയാണ്. അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മൂവേന്തന്മാരുടെ അധികാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മധുരൈ, ഉരയൂർ, തൊണ്ടി, മുച്ചീരി. ഏതാണ്? തൊണ്ടി. അത് അവരുടെ അധികാര കേന്ദ്രം അല്ല. ഓക്കെ, ആരൊക്കെയാണ്? ചേര, പാണ്ഡ്യ, ചോള. അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്ന സംഘകാല കൃതികൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, മഹാകാവ്യങ്ങൾ ഏത്? പത്തുപാട്ട് ഏത്? എട്ടുതൊക ഏത്? ഇതാണ് ഇതിന്ന് എടുത്ത് എഴുതേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുതരാം. മഹാകാവ്യങ്ങൾ ചിലപ്പതികാരം, മണിമേഖല. പത്തുപാട്ട് മധുരൈ കാഞ്ചി, തിരുമുറുകാറ്റുപട. എട്ടുതൊക അകനാനൂറ്, പുറനാനൂറ്. അടുത്ത ചുവടെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാചീന തമിഴകത്തെ ഏതെങ്കിലും 3 തിണകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. തൊഴിൽ, ഭൂപ്രകൃതി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കുക. കുറിഞ്ചി കാടും മലയും, വന വിഭവശേഖരണം, വേട്ടയാടലുകൾ, പുനം കൃഷി. ഇതാണ് കുറിഞ്ചിയിൽ നടത്തിയത്. കുറിഞ്ചി എന്ന് പറയുമ്പോൾ കാടും മലയും. മുല്ല എന്ന് പറയുമ്പോൾ പുൽമേടുകളാണ്, കന്നുകാലി വളർത്തൽ. പാല എന്ന് പറയുമ്പോൾ വരണ്ട പ്രദേശമാണ്, കന്നുകാലി വളർച്ച. മരുതം എന്ന് പറയുമ്പോൾ വയലാണ്, നെല്ല്, കരിമ്പ് കൃഷി. നെയ്തൽ എന്ന് പറയുമ്പോൾ തീരപ്രദേശമാണ്, മീൻപിടുത്തം, ഉപ്പുണ്ടാക്കൽ. അപ്പോൾ തിണ ചേരുംപടി ചേർക്കാൻ വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുക. കുറിഞ്ചി കാടും മലയും, വന വിഭവശേഖരണം, വേട്ടയാടൽ, പുനംകൃഷി. മുല്ലൈ പുൽമേട്, കന്നുകാലി വളർത്തൽ. പാലൈ വരണ്ട പ്രദേശം, കന്നുകാലി കവർച്ചയാണ് അവിടെ ഉണ്ടായിരുന്നത്, കന്നുകാലി കവർച്ച. ഓക്കെ, അവിടെ കട്ടുകൊണ്ട് വരികയാണ്, അവിടെ ഒന്നുമില്ല. ഓക്കെ, മരുതം വയല്, നെല്ല്, കരിമ്പ് കൃഷി. നെയ്തൽ തീരപ്രദേശം, മീൻപിടുത്തം, ഉപ്പുണ്ടാക്കൽ. ഓക്കെ, അടുത്ത് പഴന്തമിഴ് പാട്ടുകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹരണമാണ് സംഘസാഹിത്യം. മഹാശില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമാണ്. വിഷയം, രചനാകാലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു. അകമ്പാട്ട്, പുറംപാട്ട് എന്നിവയുണ്ട്. ഔവയ്യാർ പ്രധാന കവയത്രിയാണ്. ആരാണ് പ്രധാന കവയത്രി ചോദിക്കും, ആരാണ്? ഔവയ്യാർ. അടുത്ത് ധാരാളം കവികൾ ഉണ്ടായിരുന്നു. പ്രാചീന തമിഴകത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പ്രതിപാദിക്കുന്നു. പഴന്തമിഴ് പാട്ട് എന്ന് പറയുമ്പോൾ സംഘകാലഘട്ടം എന്നും അതിന് മറ്റൊരു പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് പ്രാചീന തമിഴകം. ഭൗമ രഹസ്യങ്ങൾ തേടി. ശിലകൾ പൊട്ടിപ്പൊടിയുകയും വിഘടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേര് എന്ത്? ഈ പ്രക്രിയയെ എങ്ങനെ വർഗീകരിക്കാം? ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ശിലകൾ പൊട്ടിപ്പൊടിയുന്നു, വിഘടിക്കുന്നു, അതിന് പറയുന്ന പേരാണ് അപക്ഷയം. ഈ അപക്ഷയം 3 തരമുണ്ട്. ഭൗതിക അപക്ഷയം, ഇപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടൊക്കെ അത് പൊട്ടുമ്പോൾ, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ, വെള്ളം വന്നിട്ട് പാറയിൽ തട്ടിക്കൊണ്ടേയിരിക്കുന്നത് പൊടിയാണ്. രാസിക അപക്ഷയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വല്ല രാസവസ്തുക്കൾ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ അതിൽ വന്നിട്ട് അത് പൊടിഞ്ഞു പോവുകയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ജൈവിക അപക്ഷയം. ഇപ്പോൾ വേരൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കുക, അങ്ങനെ അത് പൊട്ടിപ്പോവുകയാണ്. ജൈവിക അപക്ഷയം. ഇനി മനുഷ്യൻ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വേഗത കൂട്ടുന്നത്? ഖനനം ചെയ്യാണ്, പാറ പൊട്ടിക്കൽ, നിലമുഴുതു മറിക്കൽ, കന്നുകാലി മേയ്ക്കൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രക്രിയയ്ക്ക് സ്പീഡ് കൂടും. അടുത്ത
സസ്യജന്തുജാലങ്ങൾ അപക്ഷയ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ? വിശദമാക്കുക. സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. സസ്യജന്തുജാലങ്ങൾ ജീർണിക്കുന്നു. അല്ലെങ്കിൽ ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അപക്ഷയം സംഭവിക്കാം. ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് വിഘടിക്കുന്നതാണ് എന്ത്? അപക്ഷയം. അടുത്ത, ശിലകളുടെ രൂപീകരണം അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക. ശില രൂപം കൊള്ളുന്ന പ്രക്രിയ. അപ്പോൾ ആഗ്നേയ ശില അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ശില അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല, അത് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ മൂന്നാമത്തെ ശിലയും അവിടെ കൊടുത്തിട്ടുണ്ട്, കായാന്തരിത ശില. ഓക്കെ, നോക്കുക, ശ്രദ്ധിക്കുക. ആഗ്നേയ ശില, അപ്പോൾ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് രൂപം കൊള്ളുന്നത്? മാഗ്മ തണുത്തുറഞ്ഞ് രൂപീകരിക്കുന്നതാണ് ആഗ്നേയശില. പ്രൈമറി റോക്സ് ആണത്. പ്രൈമറി റോക്സ് ആണ്, ആദ്യത്തെ ശിലയാണ്, പ്രാഥമിക ശിലയാണ്, ശിലകളുടെ മാതാവാണ്. ബാക്കിയുള്ള എല്ലാ ശിലകളും ഉണ്ടാകുന്നതും എവിടെ നിന്നാണ്? ആഗ്നേയശിലയിൽ നിന്നാണ്. ആഗ്നേയശിലയിൽ നിന്നാണ്. അപ്പോൾ ആഗ്നേയശില വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി റോക്സ് ആണ് ആഗ്നേയശില അല്ലെങ്കിൽ ഇഗ്നേഷ്യസ് റോക്സ്. നോക്കുക, രണ്ടാമത്തത് ഡാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശില കൊടുത്തിട്ടുള്ള രൂപം കൊള്ളുന്ന പ്രക്രിയ അവർ പറഞ്ഞിട്ടുണ്ട്. ശിലാപദാർത്ഥങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ഉറയ്ക്കുന്നു. ശിലാപദാർത്ഥങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ഉറയ്ക്കുന്നു. എന്താണത്? അവസാദശിലയാണ്. അവസാദശില സെഡിമെന്ററി റോക്സ്. ഓക്കെ, അടുത്തത് കായാന്തരിത ശില. മെറ്റാമോർഫിക് റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുക? എങ്ങനെയാണ്? ഉയർന്ന താപമർദ്ദത്താൽ ശിലകൾ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നു. മൂന്ന് തരം ശിലകളാണുള്ളത്. ആഗ്നേയശില, മാഗ്മ തണുത്തുറഞ്ഞ്, അവസാദശില ശിലാപദാർത്ഥങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ട്, മൂന്നാമത്തത് കായാന്തരിത ശില, ഉയർന്ന താപമർദ്ദങ്ങളാൽ ശിലകളിൽ ഭൗതികം രാസപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും തമ്മിലുള്ള സംരചന, അതായത് അതിൻ്റെ കോമ്പോസിഷനിൽ എന്ത് വ്യത്യസ്തമാണുള്ളത്? ഇതിനടിസ്ഥാനമാക്കി ഭൂവൽക്ക ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുക. ഓക്കെ, വൻകര ഭൂവൽക്കം സിലിക്ക അലുമിനിയം, അതുകൊണ്ട് ഇതിന് പേര് കൊടുത്തത് സിയാല്. സിലിക്ക അലുമിനിയം, വൻകര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കം എന്ന് പറയുമ്പോൾ സിലിക്കയും മാഗ്നീഷ്യം ആണ്. അങ്ങനെ അതിന് പേര് വരികയാണെന്ത്? സിമ. അപ്പോൾ രണ്ട് തരം ഭൂവൽക്കമാണ്. വൻകര ഭൂവൽക്കം കോണ്ടിനെന്റൽ ക്രസ്റ്റ്, സിലിക്ക അലുമിനിയം, സിയാൽ എന്നാണ് അതിൻ്റെ പേര്. സമുദ്ര ഭൂവൽക്കം സിലിക്ക മാഗ്നീഷ്യം, സിമ എന്നാണ് പേര്. അടുത്ത, ഭൗമപാളികളിൽ ഏറ്റവും കനം കുറഞ്ഞ പാളിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഓക്കെ, ഏറ്റവും കനം കുറഞ്ഞ പാളി ഭൂവൽക്കമാണ്. 3 പാളികളാണുള്ളത്. ഭൂവൽക്കം, അതേപോലെ തന്നെ മാൻഡില്, അതേപോലെ കാമ്പ്. ഓക്കെ, ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. ഭൂവൽക്കം ക്രസ്റ്റ്, മാൻഡില്, കോറ്, 3 കാര്യങ്ങൾ. ഭൂവൽക്കം ഏകദേശം കനം 40 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തിന് സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തിന് സിമ എന്നും പറയുന്നു. അത്രേ ഉള്ളൂ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത്? മാൻഡില്, പുറക്കാമ്പ്, ഭൂവൽക്കം, അകക്കാമ്പ്. ഇത് എക്സാമിന് ചോദിച്ചാണ്, വീണ്ടും ചോദിക്കും. ഏതാണ്? അകക്കാമ്പ്, ഏറ്റവും അകത്തുള്ളത് അകക്കാമ്പ്. ഓക്കെ, അടുത്ത, വിവിധ ഭൗമപാളികളുടെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള രീതിയിലേക്ക് ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ പുറക്കാമ്പ്, അകക്കാമ്പ്, ഭൂവൽക്കം, മാൻഡിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുറമേ ഉള്ളത് ഭൂവൽക്കം. ഇനി കുറച്ച് ദൂരം കുഴിച്ചു എന്ന് പറഞ്ഞാൽ എത്തുന്നത് എന്താണ്? മാൻഡിൽ പിന്നെയും പോയി കഴിഞ്ഞാൽ ഏതാണ്? പുറക്കാമ്പ്, പിന്നെ ഏതാണ്? അകക്കാമ്പ്. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ളത് ഭൂവൽക്കം, കുറച്ചുകൂടെ അകത്തേക്ക്, ഭൂമിയുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മാൻഡിൽ, പിന്നെയും കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പുറക്കാമ്പ്, പിന്നെയും കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അകക്കാമ്പ്. ഓക്കെ, അടുത്ത, മണ്ണ് സംരക്ഷണത്തിനായി അവലംബിക്കാവുന്ന ഏതെങ്കിലും 2 മാർഗങ്ങൾ. വനനശീകരണം തടയുക, മലഞ്ചരുവിലെ തട്ടായിട്ടുള്ള കൃഷി. അടുത്ത, മണ്ണിൻ്റെ രൂപീകരണത്തിന് ഗണ്യമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഭൂപ്രകൃതി. മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ്? മണ്ണ് എങ്ങനെയാണ് ഫോം ചെയ്യുക? അപ്പോൾ ഒന്ന് ഭൂപ്രകൃതി, രണ്ടാമത്തത് കാലാവസ്ഥ, മൂന്നാമത്തത് സസ്യജന്തുജാലങ്ങൾ, നാലാമത്തത് സമയം, അഞ്ചാമത്തത് മാതൃശില. അപ്പോൾ തന്നിരിക്കുന്നതിൽ സ്വാധീനിക്കുന്ന ഘടകം ഏത്? സ്വാധീനിക്കുന്ന ഘടകം അല്ലാത്ത ഏതെന്നൊക്കെ ചോദിക്കും. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകം ഭൂപ്രകൃതി,
കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങള്, സമയം, മാതൃശില. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. മരുഭൂമികളിൽ ഏറ്റവും സജീവമായി നടക്കുന്നത് ഏത് തരം അപക്ഷയമാണ്? എന്തുകൊണ്ട്? എന്താണ്? ഭൗതിക അപക്ഷയം. എന്താണ് കാരണം? ഉയർന്ന താപം അനുഭവപ്പെടുമ്പോൾ ധാതുക്കളുടെ വികാസനത്തിന് കാരണമാവുന്നു. തുടർന്ന് അവ എന്താകുന്നു? ശിഥിലമാവുന്നു. അപ്പോൾ ഭൗതിക അപക്ഷയമാണ് മരുഭൂമിയിൽ ഉണ്ടാവുക. ഓക്കെ, അടുത്ത അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് സഹായകരമാകുന്നു. എങ്ങനെ? ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. ശിലകളിൽ നിന്നാണ് ധാതുക്കൾ കിട്ടുന്നത്. അതേപോലെ തന്നെ ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഈ ശിലകൾ അപക്ഷയം സംഭവിച്ചിട്ടാണ് മണ്ണ് ഉണ്ടാവുക. ഡിസംബർ 5 എന്തായിരുന്നു? മണ്ണ് ദിനം അല്ലേ? ഡിസംബർ 5 മണ്ണ് ദിനം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചുവടെ തന്നിരിക്കുന്ന ഡയഗ്രം നിരീക്ഷിച്ച് പ്രക്രിയകൾ ഏതൊക്കെയെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ചുവടെ തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ ആഗ്നേയശില തന്നിട്ടുണ്ട്. ആഗ്നേയശില. അതേപോലെ തന്നെ ഇവിടെ കായാന്തരിത ശില. ഇവിടെയും അതിൻ്റെ ആഗ്നേയശില തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയഗ്രത്തിൻ്റെ വേറെയാണ്. ഇവിടെ ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. അപ്പോൾ ഇവിടെ ചോദ്യം തന്നിട്ടുള്ളത് കായാന്തരിത ശിലയും ആഗ്നേയശിലയാണ്. എങ്ങനെയാണ് കായാന്തരിത ശില ഫോം ചെയ്യുന്നത്? എ, ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ താപം. ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ താപം. ഓക്കെ, ഏത്? കായാന്തരിത ശില. കായാന്തരിത ശില ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ താപം അല്ല നമ്മൾ പറഞ്ഞത്. അതിൻ്റെ രൂപം മാറണം, മർദ്ദം അല്ലെങ്കിൽ താപത്തിൽ. ഇനി ആഗ്നേയശില എങ്ങനെ ഫോം ചെയ്യുക? ഉരുകുകയാണ്. ഉരുകിയിട്ടാണ് എന്ത് ചെയ്യുക? ആഗ്നേയശില ഫോം ചെയ്യുക. അതായത് മാഗ്മ. അതിനാണ് എന്ത്? ആഗ്നേയശില ഫോം ചെയ്യുക. അകത്തുള്ള മാഗ്മ പുറത്തേക്ക് വരികയാണ്. അതങ്ങനെ ലാവയായി മാറുകയാണ്. അങ്ങനെയാണ് എന്ത്? ആഗ്നേയശില ഫോം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഉള്ളിൽ ഭൂമിയുടെ അകത്താകുമ്പോൾ മാഗ്മ എന്നും പുറത്തേക്ക് വരുമ്പോൾ ലാവ എന്നും പറയുന്നു. അപ്പോൾ കായാന്തരിത ശില എങ്ങനെ ഫോം ചെയ്ത്? ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ താപം. ആഗ്നേയശില എങ്ങനെ ഫോം ചെയ്തത്? ഉരുകിയിട്ട്, അതായത് മാഗ്മ പുറത്തേക്ക് വന്ന് ലാവയായി മാറിയിട്ട്. അവസാദശില എങ്ങനെയായിരുന്നു? അടിഞ്ഞുകൂടിയിട്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്.